അപ്പോൾ ബാംഗ്ലൂരിൽ സർപ്രൈസ് കൊടുക്കാൻ പോയതിന്റെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ കേക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം അശ്വിനി അവിടെ 2 ഫ്രണ്ട്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അജയ് ഇനൂഷ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റൂമിൽ പോയിട്ട് അജയുടെ ഇനൂഷിൻ്റെയും കയ്യിൽ കേക്ക് കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ മാറി നിൽക്കുക. എന്നിട്ട് അത് കേക്ക് കൊണ്ട് കയറിയിട്ട് പുറത്ത് ഞങ്ങൾ കയറുമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതേ കണക്ക് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളവിടെ റൂമിൻ്റെ അടുത്ത് എത്തി. പിന്നെ ക്യാമറ ആര് പിടിക്കണം, കേക്ക് ആര് കൊണ്ടുപോകണമെന്നൊക്കെ സെറ്റ് ചെയ്യും. ഇപ്പോൾ ടൈം ഒരു 11:30 കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. 12 മണിയാവും വെയിറ്റ് ചെയ്തില്ല, നേരത്തെ മുറിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേന്ന് രാവിലെ ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. Hey! 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 എവിടെ സർപ്രൈസ്. ഓ ഓ അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ചടങ്ങ് ഗിഫ്റ്റ് കൊടുക്കലാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ മാളുവിൻ്റെ അമ്മ ഒരു ഫോട്ടോ ഫ്രെയിം തന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. അടുത്തത് മാളുവിൻ്റെ അനിയത്തി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ ഓരോന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അശ്വിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത കാറായിരുന്നു. അവർക്ക് ഇങ്ങനെ ഹോട്ട് വീൽസിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ കാറാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അജയുടെ ഇനോഷിന്റെ വക റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഓഫർ പരിപാടികളൊക്കെ കഴിഞ്ഞ് പയ്യൊക്കെ പറഞ്ഞിട്ട് അവന്മാർ റൂമിലോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടെ ഞാനും അശ്വിനും മാളും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു വന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. കാരണം ഏതെങ്കിലും കടയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ അപ്പം തന്നെ ടൈം 12:45 കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കയറി ഓരോ ലൈമും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് കിടന്നു. പിറ്റേന്ന് രാവിലെ എനിക്ക് തിരിച്ചു പോകണം, അതുകൊണ്ട് ഒത്തിരി ലാഗ് ആക്കാനൊന്നും നിന്നില്ല, നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.